അണിയറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉത്സവം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ നടത്തുന്നത് അച്ഛനും ടീമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിപ്പരൻ സ്മാരക തിറാട്ട് സലാഹ സമിതി. അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മളെ ഏട്ടന്മാരും ടാട്ടന്മാരും പാപ്പന്മാരും എല്ലാവരും കൂടി എൻ്റെ വലിയച്ഛന്മാരും എല്ലാവരും കൂടിയിട്ടുള്ള ഞങ്ങളെ ഈ ഉണ്ണിപ്പരൻ സ്മാരക തിറാട്ട് കലാസമിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇതാട്ടോ നമ്മുടെ ഈ കാണുന്നത് കണ്ട ഈ കാണുന്ന പുള്ളിയാണ് ഈ പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രൂപ്പിലെ മെയിൻ താളക്കാരനാണ്. എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണ്. എത്ര കൊല്ലമായി സൂസൻഡാട്ടം വരാൻ തുടങ്ങിയിട്ട്? 14 കൊല്ലമായി സൂസൻഡാട്ടം നമ്മുടെ കൂടെ താളം പിടിക്കാൻ തുടങ്ങിയിട്ട്. കൂടെ വട്ടച്ചണ്ട എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും. എപ്പോൾ വിളിച്ചാലും നമ്മളെ കൂടെ വരും. വേറെ ലെവലാണ്. പെൺകുട്ടികളുടെ ഒരു വികാരമാണ് സൂസൻഡാട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് ഞാൻ ടാട്ടൻ്റെ കൊട്ട് ഞാൻ യൂട്യൂബിലിടുമ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. ഈ കാണുന്നത് അപ്പു കുഞ്ഞി. നമുക്ക് അണിയറയിലേക്ക് പോവാം. खिलने लगी है ज़मीन ഇതിപ്പോ ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞ് അണിയറ പൂജയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വടായി പറയുന്ന ഒരു കൂട്ടം ടീംസ് ഉണ്ട്. സണ്ടാട്ട ഏത് തരാണെന്ന്? കൂതറ. സണ്ടാട്ടം കൂതറയിലാണ് നിൽക്കുന്നത്. പിന്നെ ഗണേഷ് പാപ്പ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ തറേന്റെ മെയിൻ കാര്യങ്ങളാണ്. ഇതൊക്കെ തലയെ വെക്കുന്ന വട്ടി, മാറക്കം, ആ തിറയാട്ടത്തിന്റെ ഇതൊക്കെ ഒരുപാട്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ പേപ്പർ വെച്ച് ഒട്ടിക്കുന്നതാണ്. ഞാൻ ഇതിന്റെ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടേനി. അരപ്പട്ടം ഇത് ഞാൻ ചെയ്തതാണ്. ഇതാണ് ഞാൻ ചെയ്ത സാധനം. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഇത് ഞാൻ വരച്ചുണ്ടാക്കിയതാണ്. ഷോ അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ വരച്ചുണ്ടാക്കിയതാ. ഇതൊക്കെ നമ്മളെ വളകളും നെറ്റിപ്പട്ടങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ ഏകദേശം ഒരു 2 ലക്ഷം 3 ലക്ഷം ഉറുപ്പിന്റെ സാധനങ്ങളാണ്. അല്ലേ ഇതിന് എത്രത്തോളം ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പു പിന്നെ ചെണ്ടക്കാരനാണ്. അപ്പൊ ഒരു ഹായ് കൊടുക്കാൻ പറ്റുമോ? ഹായ്. പാപ്പ ഇപ്പൊ എന്താ ഉണ്ടാക്കുന്നത്? ഏത് തറേന്റെ സാധനം ഉണ്ടാക്കുന്നത്? ഭഗവതി വെള്ളാട്ടിന്റെ സാധനമാണ് ഇത്. നമ്മളെ ചിഞ്ചുടാട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാഗക്കാളിന്റെ വേറെ ലെവലാണ്. വൈഷ്ണവ് ഡിക്ക് ആർട്ടിസ്റ്റ് വൈഷ്ണവ് എത്ര കൊല്ലായി വന്നിട്ട്? 3 കൊല്ലായി. നമ്മളെ മിന്നുവിന്റെ കമ്പനിക്കാരനാണ്. നമ്മളെ സ്വന്തം അനിയനാണ്. നമുക്ക് എന്ത് സഹായത്തിനും എന്തിനും ഓടി വരുന്നൊരു ചെക്കനാണ്. പിന്നെ പിന്നെ വലിയ ചൂട്ടുകളിന്ന് വലിയ പിടുത്തല്ല. എന്നാലും നമ്മളെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞ് ഇവരെ വീഡിയോ കഴിഞ്ഞ് ഇവര് ചോറ് ഇറങ്ങാണ്. നമുക്ക് ഈ തറയെ പറ്റിയുള്ള അടുത്തൊരു വീഡിയോ നമുക്ക് അടുത്ത തറയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും പാപ്പനും. പാപ്പൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ വലങ്കൈയാണ്. അച്ഛ നമ്മൾ ട്രൂപ്പ് തുടങ്ങിയിട്ട് നിങ്ങളെ ഓർമ്മയിൽ എത്ര വർഷമായി? അച്ഛൻ മരിച്ചതിന്റെ ശേഷം ഒരു 10-12 കൊല്ലത്തോളം അച്ഛൻ കൊണ്ടുവരുന്നത്. അന്നൊക്കെ എന്താ മെയിൻ ആയിട്ടുള്ള തറകളൊക്കെ ഏതേനി? അമ്പലത്തിൽ ഓരോരോ ചെല്ലുന്ന അമ്പലത്തിൽ ഏതൊക്കെ ദൈവങ്ങളാണോ ആ ദൈവങ്ങളെ തിറകളുണ്ടാവുക. ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ ഭഗവതി ഉണ്ടാവും. ഭഗവതിന്റെ അളങ്കോലം ഉണ്ടാവും. പിന്നെ മുത്തപ്പൻ ഉണ്ടാവും. മുത്തപ്പന്റെ ഇളങ്കോലം ഉണ്ടാവും. പിന്നെ ഗുളിയ ഉണ്ടാവും. ഗുളിയൻ തറ നാഗാലിന്റെ ഇളങ്കോലം എന്ന് പറഞ്ഞാൽ അതിന്റെ വെള്ളാട്ടുകളാണ്. നിങ്ങൾ ഓരോ കാവലും ഉത്സവത്തിന് പോകുമ്പോ നോമ്പെടുക്കലുണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങൾ നോമ്പെടുക്കല്ലോ. പാപ്പന് മെയിൻ ഏതാ? ചെണ്ട? ഞാൻ വലന്തല എന്നുവെച്ചാ വട്ടം. പാപ്പൻ ഇതില് വന്നിട്ട് എന്താ പറയാനുള്ള? എത്ര കാലായി പാപ്പൻ വന്നിട്ട്? ഞാൻ വന്ന കാലം നോക്കുകയാണെങ്കിൽ എൻ്റെ 7ാം ക്ലാസ് മുതൽ ഞാൻ ചെണ്ട പഠിക്കാൻ കൊടുത്ത കാലമാണ്. അതുപോലെ ഞാനിവിടെ എൻ്റെ ഏട്ടൻ്റെ കൂടെ എൻ്റെ ഏട്ടൻ്റെ പണം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നും കൂടെ ഉണ്ട്. ഈ നിമിഷം വരെ മരണം വരെ ഉണ്ടായിരിക്കും. നിന്റെ അച്ഛനൊരു ഇടം കൈയും കൂടി ഉണ്ട്. ആളിവിടെ കാണുന്നില്ല. കുട്ടേട്ടൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പം ഇനി വരാം.
എൻ്റെ കയ്യിലുള്ളവരുടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയെടുത്തത്. കാരണം വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും തന്നെ വന്നിട്ടില്ല. ഇവരെല്ലാവരും നമ്മുടെ ട്രൂപ്പിലുള്ളതാണ്. ഗിരീഷേട്ടൻ, എനിക്ക് ഓരോരുത്തരുടെ പേര് പറയാൻ നിശ്ചയില്ല. ഉണ്ണിയമ്മച്ചൻ, പിന്നെ ഈ കണ്ണതാണ് കുട്ടേട്ടൻ, അച്ഛൻ്റെ ഇടങ്കൈയാണ്. പിന്നെ ഇവിടെ മെയിൻ ആളാണ് നമ്മുടെ പാപ്പൻ ടാട്ടച്ചൻ. അച്ഛൻ്റെ കൂടെ എൻ്റെ ഓർമ്മച്ച കാലം വരെ പാപ്പനും ഉണ്ട്. ഗണേശേട്ടൻ, സബിലേശേട്ടൻ മെയിൻ വരക്കാരൻ. പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ പറയുക, പാപ്പനും ഉണ്ട്. പിന്നെ മറ്റേ ആളെ പേര് ഞാൻ മറന്നുപോയി. ഇവരിപ്പോൾ നമ്മുടെ നാഗകാളിക്കുള്ള എന്താ ഇതിൻ്റെ പേരെന്നൊന്നും എനിക്ക് പറയാൻ നിശ്ചയില്ല. ഞാനിട്ട് അവരോട് ചോദിച്ചിട്ടുമില്ല. അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ തുടങ്ങിയ പണിയാണ് ഇവർ. ഈ പണി ഇവർ അവസാനിക്കുന്നത് ഏകദേശം വൈകുന്നേരം. അത്ര നേരം ഇവർ ആ ഒരു 2 എണ്ണം ഉണ്ടാവും. ആ 2 ഈ ഇതിൻ്റെ മുന്നിൽ എഫേർട്ട് ഇട്ട് എടുത്ത്
ഭൂവി താങ്ക പണവായ